നമസ്കാരം. ചാമ്പ്യൻസ് ലീഗ് വീണ്ടും നോക്കൗട്ട് മോഡിലേക്ക് കടക്കുകയാണ്. ഇനിയാണ് ശരിക്കുള്ള കളികൾ വരുന്നത്. ഇപ്പോൾ ലീഗ് ഘട്ടത്തിലത്തെ അപ്രതീക്ഷിത ഫലങ്ങളും വലിയ ക്ലബ്ബുകളുടെ തകർച്ചയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ ടീമുകളിൽ ടോപ്പ് 8 അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്നത് ഡു ഓർ ഡൈ ഫുട്ബോളാണ്. ടോപ്പ് 8 ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ടീമുകൾക്ക് ഇനിയുള്ള 2 ലെഗിൽ, ഹോം ആൻഡ് എവേ ലെഗിൽ ചാമ്പ്യൻസ് ലീഗിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി ജയിക്കേണ്ട മാച്ചസാണ് വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഓരോ പ്ലേ ഓഫ് മാച്ചും നമുക്ക് നോക്കാം. ഫോം, അവരുടെ സ്റ്റാറ്റ്സ്, മെൻറ്റാലിറ്റി ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊരു പ്രഡിക്ഷൻ പറയാം. ബെൻഫിക്ക വേഴ്സസ് റിയൽ മാഡ്രിഡ്. ഇതൊരു ബേസിക്കലി ഒരു ഇമോഷണൽ റീമാച്ചാണ്. ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഫേസിൻ്റെ ലാസ്റ്റ് മാച്ചായിരുന്നു. അതായത് ഈ 2 ടീമുകളുടെ ലാസ്റ്റ് മാച്ചായിരുന്നു. ഇൻസെയിൻ ഡ്രാമയായിരുന്നു ലാസ്റ്റ് മാച്ചിൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഈ ബെൻഫിക്കയുടെയും റിയൽ മാഡ്രിഡിൻ്റെയും കളിയിൽ ലാസ്റ്റ് 97th മിനിറ്റോ 98th മിനിറ്റിലോ ബെൻഫിക്കയുടെ ഗോൾ കീപ്പർ ഗോളടിച്ച കാരണം ബെൻഫിക്ക നെക്സ്റ്റ് റൗണ്ടിലേക്ക് എത്തിയതാണ്. അപ്പോൾ ആ മാച്ചിൻ്റെ ഒരു റീമാച്ചാണ് ഇവരെ നോക്കൗട്ടിൽ വരുന്നത്. കിടിലൻ മാച്ചായിരിക്കും എന്നുള്ള എല്ലാവരും നോക്കിയിരിക്കുന്ന മാച്ചാണ്. റിയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഏറ്റവും കൂടുതൽ ബിഗ്ഗസ്റ്റ് ഹിസ്റ്ററി ഉള്ള ക്ലബ്ബാണ് റിയൽ മാഡ്രിഡ്. പക്ഷേ അവരുടെ റീസെൻറ്റ് ചാമ്പ്യൻസ് ലീഗ് റെക്കോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 11 മാച്ചസിൽ 6 ഡിഫീറ്റ്സാണ് റിയൽ മാഡ്രിഡിന്. അതായത് ഇത് വിൻറ്റേജ് ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു റിയൽ മാഡ്രിഡ് ഒന്നല്ല. പക്ഷേ റിയൽ മാഡ്രിഡ് ഒരു കാലത്തും അങ്ങനെ ഡോമിനൻ്റ് ആയിട്ട് ലീഗ് ഫേസിൽ വരുന്ന ടീമല്ല. അവരെപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെട്ട് വന്നിട്ട് നോക്കൗട്ടിലെത്തി പിന്നെ അവിടുന്ന് അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്ന ഒരു ടീമാണ് റിയൽ മാഡ്രിഡ്. അവരുടെ DNA എന്ന് പറയുന്നത് നോക്കൗട്ടിലാണ്. അവർ ശരിക്കും എന്താ പറയുക, ജീവൻ വയ്ക്കണത് ആ ടീമിന്. പിന്നെ അങ്ങനെ അവർ നോക്കൗട്ടിൽ ഇങ്ങനെ കയറി പിന്നീടാണ് റിയൽ മാഡ്രിഡ് ഒരുവിധം എല്ലാ പ്രാവശ്യവും ചാമ്പ്യൻസ് ലീഗിൽ വിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബെൻഫിക്ക റിയൽ മാഡ്രിഡ്, എസ്പെഷ്യലി ജോസെ മൊറീനിയോ എഗൻസ്റ്റ് റിയൽ മാഡ്രിഡ്. അപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ടഫ് വൺ. പറയാൻ പറ്റില്ല. ഇതിൽ മോസ്റ്റ് ലൈക്ലി റിയൽ മാഡ്രിഡിൻ്റെ ഒരു നാരോ വിൻ കിട്ടാം. കാരണം ആ ഒരു ടീമിൻ്റെ പ്ലെയേഴ്സിൻ്റെ വാല്യൂ, അത് ടോപ്പ് പ്ലെയേഴ്സ് എന്നുള്ളത്. പക്ഷേ ബെൻഫിക്കയുടെ ഗ്രൗണ്ടാണ്. മൊറീനോന് അത്യാവശ്യം തരികിടകളൊക്കെ അറിയാം എങ്ങനെ ജയിക്കണം എന്നുള്ള റിയൽ മാഡ്രിഡിൻ്റെ അടുത്ത്. ആൻഡ് ലാസ്റ്റ് ഗെയിം ദേ റിയലി പ്ലേഡ് വെൽ against Real Madrid. So it's a tough one. I think maybe Real Madrid win narrow, പക്ഷേ there could be an upset. Galatasaray versus Juventus. ഇത് ഒരു ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയർ വേഴ്സസ് ടാക്ടിക്കൽ ഡിസിപ്ലിൻ ബാറ്റിലാണ്. കാരണം ഗലറ്റാസറയുടെ യൂറോപ്യൻ ഹോം റെക്കോർഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് 11 മാച്ചിൽ ഒരു തോൽവിയുള്ളവർക്ക്. അപ്പോൾ ഇസ്താംബൂളിൽ കളിക്കുക എന്ന് പറയുന്നത് ഒരു നൈറ്റ് മെയറാണ് ബേസ്. പക്ഷേ യുവൻറ്റസ് അവരുടെ സ്പാലറ്റി വന്ന ശേഷം, കോച്ച് വന്നതിന് ശേഷം ചാമ്പ്യൻസ് ലീഗിൽ 5 മാച്ച് അൺബീറ്റൺ ആണ്. ലാസ്റ്റ് 3 മാച്ചസിൽ ക്ലീൻ ഷീറ്റ്സാണ് യുവൻറ്റസിന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഹോം എനർജി വേഴ്സസ് ഡിഫെൻസീവ് സ്ട്രക്ചർ. ഇറ്റാലിയൻ ടീമിനുള്ളൊരു ഡിഫെൻസീവ് സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ ഒരു ഇത് തന്നെയാണ്. ഇറ്റ്സ് വെരി വെരി ടഫ് ടു പ്രൊഡിക്റ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നത് യുവൻറ്റസിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് ഒരു ഡ്രോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നാരോ യുവൻറ്റസ് വിന്നായിരിക്കാം. യുവൻറ്റസ് കൺട്രോൾ ചെയ്യായിരിക്കും മാച്ച്. പക്ഷേ ഗാലറ്റാസറൈ ഈസ് ഗോയിങ് ടു പുഷ് യുവൻറ്റസ്. മൊണാക്കോ വേഴ്സസ് PSG. ഇത് യൂറോപ്പിലത്തെ ഒരു ഫ്രഞ്ച് ഡെർബിയാണ്. മൊണാക്കോ ഡൊമസ്റ്റിക് വിൻ ഓൾറെഡി PSG-ക്കെതിരെ ഇപ്രാവശ്യം വിൻ ചെയ്തിട്ടുള്ള ഈ സീസണിൽ. പക്ഷേ നോക്കൗട്ടിൽ PSG ഈസ് എ ഡിഫറെൻറ്റ് ബീസ്റ്റ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിരുന്നത്. കാരണം ലിവർപൂൾ കഴിഞ്ഞ സീസണിൽ ലീഗ് ഫേസിൽ ടോപ്പിലായിട്ട് PSG ആയിട്ട് കളി വന്നപ്പോൾ നോക്കൗട്ടിൽ PSG ലിവർപൂളിനെ അടിച്ചിട്ടാണ്. അപ്പോൾ ലൂയിസ് എൻട്രിക്കയുടെ PSG എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറൻറ്റ് ചാമ്പ്യൻസാണ്. അവരുടെ വിൻ റേറ്റ് എന്ന് പറയുന്നത് 67% നോക്കൗട്ട് വിൻ പെർസെൻറ്റേജ് ഉണ്ട് അവർക്ക്. അപ്പോൾ ലീഗ് ഫേസിലത്തെ അവരുടെ സ്ട്രഗിൾസ് ഒന്നും അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് ഓസ്മാൻ ടെമ്പലെ നല്ല ഫോമിൽ തിരിച്ചു വന്നിട്ടുള്ള സമയമാണ്. അപ്പോൾ ഇവരിപ്പോൾ റീസെൻ്റ്ലി മാർസേനെ 5-0 ഞങ്ങളുടെ 5-1 5-0 ഞങ്ങൾ അടിച്ചിട്ടത്. അപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ടഫ് വൺ. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി PSG വിൻ. ബോർസിയ ഡോർട്ട്മണ്ട് വേഴ്സസ് അറ്റ്ലാന്റ. ഈ 2 ടീമുകളും ലീഗ് ഫേസിൽ അവസാനം ഒരു സ്റ്റംബിൾ ചെയ്താണ് ടീമുകളാണ്. ഡോർട്ട്മണ്ട് ഡൊമസ്റ്റിക് ഫോം കൊള്ളാം, ഇപ്പോൾ നല്ല ഫോമിലാണ് നിൽക്കുന്നത്. കാരണം ബുണ്ടസ് ലീഗിൽ ഇപ്പോൾ 6 സ്ട്രെയിറ്റ് വിൻസാണ് ഡോർട്ട്മണ്ടിന്. അറ്റ്ലാന്റയുടെ നോക്കൗട്ട് ഹിസ്റ്ററി എന്ന് പറയുന്നത് അത്ര ഇതല്ല. കാരണം ലാസ്റ്റ് 5 നോക്കൗട്ട് മാച്ചസും ചാമ്പ്യൻസ് ലീഗിൽ 5ലും അവർ തോറ്റു.
അപ്പോൾ അറ്റ്ലാന്റ ഈസ് എ ഗുഡ് ടീം. ലീഗ് ഫേസിൽ പല അട്ടിമറികളും ചെയ്യുന്ന ഒരു ടീമാണ് അറ്റ്ലാന്റ. പക്ഷേ ബിഗ് സ്റ്റേജിൽ, അതൊരു നോക്കൗട്ട് സ്റ്റേജിൽ ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ അവരെ മെൻറ്റാലിറ്റി പോരാ. അതാണ് ഡിഫറൻസ് ഡോട്ട്മണ്ടായിട്ട്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡോട്ട്മണ്ട് വിൻ. കാരണം ഫോമും നല്ല ഫോമിലാണ് നിൽക്കുന്നത്, ഹോം അഡ്വാൻറ്റേജും ഉണ്ട് ഡോട്ട്മണ്ടിൻ്റെ ഹോം അഡ്വാൻറ്റേജ് പറഞ്ഞിട്ട് ഒന്നൊന്നര ഹോം അഡ്വാൻറ്റേജാണ്. അവരാരും യെല്ലോ വോൾ എന്ന് പറയുകയാണെങ്കിൽ തന്നെ ദാറ്റ്സ് എ ടഫ് ഗ്രൗണ്ട്. കറബാക്ക് വേഴ്സസ് ന്യൂ കാസിൽ, രണ്ട് ടീമുകളും തമ്മിൽ 2500 മൈൽസിനേക്കാൾ കൂടുതൽ ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ന്യൂ കാസലിന് ഇത് ഒരു ലോങ് ട്രാവലാണ്. അത് മാത്രമല്ല കറാബാക്കിൻ്റെ അറ്റ്മോസ്ഫിയർ, സ്റ്റേഡിയം അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ്ലി ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. പക്ഷേ കമ്പയർഡ് ടു ദ ക്വാളിറ്റി, പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റിയും ടീംസിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ മാസീവ് ഗ്യാപ്പ് ബിറ്റ്വീൻ ന്യൂ കാസിൽ ആൻഡ് കറാബാക്ക്. ന്യൂ കാസിൽ PSG ആയിട്ടുള്ള കളി, ലാസ്റ്റ് കളിയിൽ എവേ ഗ്രൗണ്ടിൽ PSG ഗ്രൗണ്ടിൽ ഡ്രോ കിട്ടിയ ടീമാണ് ന്യൂ കാസിൽ. പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല പ്രീമിയർ ലീഗിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കറാബാക്ക് ടൂർണമെൻറ്റിലത്തെ ലോവസ്റ്റ് റാങ്ക് ടീമാണ്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ കംഫർട്ടബിൾ വിൻ ഫോർ ന്യൂ കാസിൽ. ഈവൻ ദോ ബ്രൂണോ ഗിമാരസ് ഈസ് ഇൻജേർഡ് നൗ. ബ്രൂണോ ഗിമാരസ് ഇല്ലെന്നുണ്ടെങ്കിലും ന്യൂ കാസിലിന് ഒരു കംഫർട്ടബിൾ വിൻ ആയിരിക്കുന്നതാണ് എൻ്റെ പ്രൊഡിക്ഷൻ. ക്ലബ് ബ്രൂഷ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഈസ് എ ടഫ് ടീം ഇൻ എനി സ്റ്റേജ്. ഗ്രൂപ്പ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും നോക്കൗട്ടിലാണെങ്കിലും. സിമിയോണിയുടെ ടീമാണ്. ഹൈലി ടാലൻറ്റഡ് പ്ലെയേഴ്സ്. ആൽവറസ് ഈസ് അൺബിലീവബിൾ. പിന്നെ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡിന്. ഇപ്പോൾ അവരൊരു അൺപ്രഡിക്റ്റബിൾ ആണ്, നാച്ചുറാണ് ഇപ്പോഴത്തെ പ്രശ്നം. കാരണം എന്താണെങ്കിൽ ബാഴ്സയായിട്ടൊരു 4-0 വിൻ ചെയ്തു, എന്നിട്ട് റയോ വലക്കാനായിട്ട് 3-0 തോൽക്കുകയും ചെയ്തു. ഡിഫൻസ് ഇപ്പോൾ സ്ഥിതി ഷെയ്ക്കാണ് അവരുടെ. 8 ചാമ്പ്യൻസ് ലീഗ് ഗെയിംസിൽ ഇപ്പോൾ കൺസീഡ് ചെയ്തു. പക്ഷേ പ്രഡിക്ഷനിൽ ഞാൻ ഐ എം വിത്ത് അത്ലറ്റിക്കോ. കാരണം ക്ലബ് ബ്രൂഷായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ലറ്റിക്കോൻ്റെ ക്വാളിറ്റി, ഐ തിങ്ക് ദ ക്വാളിറ്റി വിൽ മേക്ക് അത്ലറ്റിക്കോ ഡെഫിനറ്റ്ലി വിൻ ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ഒളിമ്പിയാക്കോസ് വേഴ്സസ് ബയർ ലെവർകൂസൻ. ലീഗ് ഫേസ് മീറ്റിങ്ങിൽ ഒളിമ്പിയാക്കോസ് 2-0 ജയിച്ചിട്ടുള്ളതാണ്. അതുമാത്രമല്ല ബയർ ലെവർകൂസൻ്റെ ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19 മാച്ചിൽ അവർ 2 വിന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈക്കോളജിക്കൽ എഡ്ജ് ബേസിക്കലി ഈ ഗ്രീക്ക് സൈഡായ ഒളിമ്പിയാക്കോസിനാണ്. അത് മാത്രമല്ല ഈ നമ്മൾ നേരത്തെ ഈ ഗലാറ്റാസറയുടെ പറഞ്ഞ പോലെ ഒളിമ്പിയാക്കോസിൻ്റെ ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കുക എന്ന് പറഞ്ഞത് ദാറ്റ്സ് വൺ ഹെൽ ഓഫ് എ ഗ്രൗണ്ട്. ഐ തിങ്ക് ദ എഡ്ജ് ഈസ് വിത്ത് ഒളിമ്പിയാക്കോസ് ലെവർകൂസിനെ തോൽപ്പിക്കുന്നതാണ്, ഈ കളിയിൽ തോൽപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബോഡോ ഗ്ലിംറ്റ് വേഴ്സസ് ഇൻറ്റർ. ഇതാണ് പൊട്ടൻഷ്യൽ അപ്സെറ്റ് ഗെയിം. ഇൻറ്റർ നല്ല ടീമാണ്, ഇറ്റാലിയൻ ലീഗിൽ ടോപ്പിൽ നിൽക്കുന്ന ടീമാണ്, നോക്കൗട്ട് സ്പെഷ്യലിസ്റ്റുകളാണ്. കാരണം ലാസ്റ്റ് 15 നോക്കൗട്ട് മാച്ചസിൽ ഒരു ഡിഫീറ്റ് മാത്രമേ ഉള്ളൂ, ഫൈനൽ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ബോഡോ ഗ്ലിംറ്റ് എന്ന് പറയുന്നത് എല്ലാവരും സർപ്രൈസ് ചെയ്തൊരു ടീമാണ് ഈ ചാമ്പ്യൻസ് ലീഗ്. അവരുടെ ഗ്രൗണ്ടിൽ അവർ ആരെ വേണേൽ തോൽപ്പിക്കാം. കാരണം അതിൻ്റെ രുചി അറിഞ്ഞവരാണ് മാഞ്ചസ്റ്റർ സിറ്റിയും അത്ലറ്റിക്കോ മാഡ്രിഡും. അപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി വൺ ഹെൽ ഓഫ് എ ഗെയിം. ഞാൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളി കണ്ടതാണ്. ബോഡോ ഗ്ലിംറ്റിൻ്റെ നല്ല കളി കളിച്ച സിറ്റിയെ ശരിക്ക് സ്പേസൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് ശരിക്കും അങ്ങോട്ട് തകർത്ത് കളഞ്ഞൊരു കളിയായിരുന്നത്. എന്താ പറയുക, പെപ് ഗാർഡിയോളാൻ്റെ ടീം ഇതേമാതിരി സ്ട്രെച്ച്ഡ് ആവണത് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇൻറ്റർ അവർ ക്വാളിറ്റി വെച്ച് ജയിച്ചേക്കാം, പക്ഷേ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ടഫ് ഗെയിം. ഈവൻ ബോഡോ ഗ്ലിംറ്റ് ജയിച്ചാൽ പോലും ഐ വിൽ നോട്ട് ബി സർപ്രൈസ്ഡ്. ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് ഫുട്ബോൾ വരുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഫോം മാത്രം ഉണ്ടായാൽ പോരാ, ടാലൻറ്റ് മാത്രം ഉണ്ടായാൽ പോരാ. കാരണം ഹിസ്റ്ററി പോലും നമുക്കൊരു ജയം ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഈ സ്റ്റേജിൽ ജയിക്കേണ്ടത് പ്രഷർ ഹാൻഡിൽ ചെയ്യുന്ന ടീമുകളാണ്. ഇപ്പോഴാണ് ശരിക്കും റിയൽ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങുന്നത്. സെക്കൻഡ് ലെഗ് വരെ ടൈ എലൈവായിട്ട് വെക്കുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ലെഗിലെ വലിയൊരു സ്കോറിന് തോൽക്കാതിരിക്കുക, അതാണ് മെയിൻ സംഭവം. അപ്പോൾ എങ്ങനെയാണ് അപ്പം നിങ്ങളുടെ പ്രൊഡിക്ഷൻസ്? ഏത് ടീമാണ് സർപ്രൈസ് നൽകാൻ പോകുന്നത്? നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞോളൂ. നമുക്ക് കളി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, അതിനെപ്പറ്റിയിട്ട് കളി പറ്റി സംസാരിക്കാം.